Dear students, in this video, we'll be discussing what is diffraction and what is the difference between Fresnel's and Fraunhofer diffraction. And in particular, we'll be discussing about Fraunhofer single slit diffraction pattern. Diffraction എന്ന് പറയുന്നത് ഒരു ബ്രോഡ് സെൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൌണ്ട് സ്മോൾ ഒപ്പേക്ക് ഒബ്സ്റ്റക്കിൾ ആൻഡ് ദിയർ എൻക്രോച്ച്മെന്റ് വിത്തിൻ ദ ജോമെട്രിക്കൽ ഷാഡോ എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ സാധാരണ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ് സഞ്ചരിക്കുക എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഒപ്പേക്ക് ഒബ്സ്റ്റക്കിൾ അതിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് പ്രകാരം ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ട് പാസ് ചെയ്ത് O എന്നുള്ള പോയിന്റിലാണ് റീച്ച് ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഷാഡോ വരുന്ന റീജിയനിലേക്ക്, ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒപ്പേക്ക് ഒബ്സ്റ്റക്കിളിന്റെ ഷാഡോ വരുന്ന റീജിയൻ ആണ് ഈ റീജിയൻ. ഈ റീജിയനിലേക്ക് ലൈറ്റ് കുറച്ച് ബെൻഡ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് ഡിം ലൈറ്റ് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ഡോറിന്റെ ഒക്കെ ഒരു പാർട്ടിൽ ഒരു റൂമിലുള്ള ലൈറ്റ് ശരിക്കും ഒരു സ്ട്രൈറ്റ് ലൈനാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഈ റീജിയനിലൊന്നും ലൈറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. ഈ തുറക്കുന്ന ആ ഒരു പോർഷൻ, ആ ഒരു നാരോ വിഡ്ത്തിൽ മാത്രമേ ലൈറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു സ്പ്രെഡ് ചെയ്ത് കുറച്ച് ഡിം ആയിട്ടുള്ള ലൈറ്റ് നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം ഡിഫ്രാക്ഷൻ എന്നുള്ള ഒരു പ്രതിഭാസം കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ലൈറ്റ് ആ ഷാഡോ റീജിയനിലേക്ക് എൻക്രോച്ച് ചെയ്യുന്നതിന് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് ഒരു ബ്രോഡ് സെൻസിൽ നമുക്ക് പറയാം. ഡിഫ്രാക്ഷൻ മെയിൻ ആയിട്ടും രണ്ട് തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്രെനൽസ് ഡിഫ്രാക്ഷനും മറ്റൊന്ന് ഫ്രോണോഫർ ഡിഫ്രാക്ഷനും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം എന്താണെന്നെങ്കിൽ രണ്ട് കേസിലും ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ടായിരിക്കും, മോണോക്രോമാറ്റിക് സോഴ്സ്. ഇവിടെ നമ്മൾ സോഴ്സിനെ നാരോ ഡൗൺ ചെയ്യുന്ന ഒരു സ്ലിറ്റ്, അതുപോലെ തന്നെ ഡിഫ്രാക്ഷൻ പാറ്റേൺ കാണാനുള്ള ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കും. ഇവിടെയും ഫ്രോണോഫർ ഡിഫ്രാക്ഷനിലും ഒരു സോഴ്സ് ഉണ്ട്, പിന്നെ ഒരു സ്ലിറ്റ് ഉണ്ട്, ഒരു പാറ്റേൺ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീനും ഉണ്ട്. പക്ഷെ അതിനിടയ്ക്ക് രണ്ട് എലമെന്റ്സ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറയാം. അപ്പോൾ ഫ്രെനൽസ് ഡിഫ്രാക്ഷനിൽ സോഴ്സ് ഓഫ് ലൈറ്റും സ്ക്രീനും അറ്റ് ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഡിഫ്രാക്റ്റിംഗ് എലമെന്റ് ആയിരിക്കും. ഡിഫ്രാക്റ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ സ്ലിറ്റ് ആണ്. ഈ സ്ലിറ്റിൽ നിന്നും ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരിക്കും സോഴ്സും സ്ക്രീനും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന വേവ് ഫ്രണ്ട്, അതായത് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഹൈഗൻസ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ പ്രൈമറി വേവ് ഫ്രണ്ടും സെക്കൻഡറി വേവ് ഫ്രണ്ടും ഒക്കെ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമുക്ക് അറിയാം അല്ലേ. ഒരു സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് നമുക്ക് ആദ്യം ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. പിന്നെ അവിടെ നിന്നൊരു സ്ലിറ്റിലേക്ക് വന്ന് വീഴുന്ന സമയത്ത് അവിടെ നിന്ന് പിന്നെ സെക്കൻഡറി വേവ്ലെറ്റ്സ് ഒറിജിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവിടെ ഫ്രെനൽസ് ഡിഫ്രാക്ഷനിൽ ഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു സ്പെറിക്കൽ വേവ് ഫ്രണ്ടോ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടോ ആണ് ഉണ്ടാവുക. എന്നാൽ ഫ്രോണോഫർ ഡിഫ്രാക്ഷനിൽ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് സ്ക്രീൻ വിൽ ബി അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഡിഫ്രാക്റ്റിംഗ് എലമെന്റ്. ഡിഫ്രാക്റ്റിംഗ് എലമെന്റ് സ്ലിറ്റിൽ നിന്നും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലായിരിക്കും സോഴ്സും സ്ക്രീനും ഉണ്ടാകും. അപ്പൊ ഈ ഇൻഫിനിറ്റ് ഉള്ളത് പ്രാക്ടിക്കലി അച്ചീവ് ചെയ്യുന്നത് ലെൻസിന്റെ സഹായത്തോടു കൂടിയാണ്. അതായത് ഒരു മോണോക്രോമാറ്റിക് സോഴ്സിന് മുന്നേ ഒരു ലെൻസ് വെക്കുകയാണെങ്കിൽ, അതിന്റെ ഫോക്കൽ പ്ലെയിനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ലെൻസിൽ വന്ന് വീഴുന്ന സമയത്ത് അത് പാരലൽ ആയിട്ടാണ് ലെൻസിൽ നിന്നും പുറത്തോട്ട് വരുന്ന ലൈറ്റ് ഉണ്ടാവുക. അപ്പൊ പാരലൽ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നത് പോലെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ലിറ്റിൽ നിന്നും ഡിഫ്രാക്ഷൻ നടന്നതിന് ശേഷം അവിടെയും നമ്മളൊരു ലെൻസ് വെക്കുന്നുണ്ട്. ലെൻസ് വെച്ചിട്ട് ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ നമ്മളൊരു സ്ക്രീനിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ലെൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് സ്ക്രീനും അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന വേവ് ഫ്രണ്ട് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ വരുന്ന വേവ് ഫ്രണ്ട് ആയതുകൊണ്ട് ഇവിടെ പാരലൽ ഡിഫ്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പാരലൽ റേസിനെ കൺവേർജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ലെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വേവ് ഫ്രണ്ട് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഇതാണ് ബേസിക് ആയിട്ട് ഫ്രെനൽസ് ഡിഫ്രാക്ഷനും ഫ്രോണോഫർ ഡിഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രോണോഫർ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നാണ്. അപ്പോൾ ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിൽ മെയിൻ ആയിട്ട് നമുക്കൊരു സിംഗിൾ സ്ലിറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു മോണോക്രോമാറ്റിക് സോഴ്സ് എടുത്തു. സപ്പോസ് നമ്മൾ റെഡ് ലേസർ ആണ് എടുക്കുന്നത്. മോണോക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ സിംഗിൾ കളർ ആണല്ലോ. അപ്പോൾ നമ്മൾ റെഡ് കളർ ലേസർ എടുത്തു. അതിനുശേഷം ഒരു കോൺവെക്സ് ലെൻസ് വെച്ചു. ആ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ പ്ലെയിനിൽ ഈ ലേസർ ലൈറ്റ് വെക്കുകയാണെങ്കിൽ ആ ലെൻസിന് ശേഷം വരുന്ന ലൈറ്റ് പാരലൽ ലൈറ്റ് ആയിരിക്കും. ഈ പാരലൽ ലൈറ്റ് ഒരു സ്ലിറ്റിലേക്ക് വന്ന് വീഴുന്നു എന്ന് വിചാരിക്കാം. AB എന്നുള്ളതാണ് സ്ലിറ്റ്. അപ്പോൾ സ്ലിറ്റിന്റെ വിഡ്ത്തിന് നമ്മൾ ഇത്രയും ആണ് സ്ലിറ്റിന്റെ
വിഡ്ത്ത് അതിന് എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് സ്ലിറ്റിന്റെ വിഡ്ത്ത് എ ആണ്. ഓക്കെ, നൗ ഡിഫ്രാക്ഷന് ശേഷം ഈ സ്ലിറ്റിന്റെ അവിടെ നിന്നും ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഡിഫ്രാക്ഷൻ നടന്നതിന് ശേഷം അതൊരു ലെൻസിലേക്ക് വന്നു വീഴുന്നു. ലെൻസ് ഇതിനെ പാറ്റേൺസിനൊക്കെ ഫോക്കസ് ചെയ്യുന്നു ഒരു സ്ക്രീനിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ സ്ലിറ്റിന്റെ സെൻട്രൽ പോയിന്റ് ആണ് O എന്നെടുക്കുക. ആ സെൻട്രൽ പോയിന്റിന് പാരലായിട്ട് വരുന്ന ലൈൻ, അതായത് സോഴ്സും ഈ സെൻട്രൽ പോയിന്റും പാരലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പി എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, പി എന്നുള്ള പോയിന്റിന്റെ പ്രത്യേകത, ഈ പോയിന്റിലേക്ക് ഈ രണ്ട് സൈഡിൽ നിന്നും എ എന്നും ബി എന്നുള്ള സൈഡിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലാണ് ഇവിടെ ലൈറ്റ് എന്ന് വീഴുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ പാറ്റേൺസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ വരുന്ന ലൈറ്റിലുള്ള പാത്ത് ഡിഫറൻസ് ആണ്. പാത്ത് ഡിഫറൻസിനനുസരിച്ച് നമുക്ക് ഇവിടെ ഡിഫറെന്റ്, അതായത് നമ്മൾ ഹൈഗൻസ് പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് പറയാം ഇവിടെ വരുന്ന സെക്കൻഡറി വേവ് ഫ്രണ്ട്, അതായത് സ്ലിറ്റ് ഡിഫ്രാക്ഷൻ നടക്കാൻ കാരണം ഇവിടെ വരുന്ന സെക്കൻഡറി വേവ് ഫ്രണ്ടുകളൊക്കെ ഇന്റർഫിയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ലിറ്റിൽ എത്തുന്ന സമയത്ത് സെക്കൻഡറി വേവ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സെക്കൻഡറി വേവ്ലെറ്റ്സ് തമ്മിൽ ഇന്റർഫിയർ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള പാറ്റേൺസ് ഡിപ്പെൻഡിങ് ഓൺ ദി പാത്ത് ഡിഫറൻസ് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ പി എന്നുള്ള പോയിന്റിൽ നമുക്ക് എല്ലാ എ എന്നുള്ള പോയിന്റിൽ നിന്നും ബി എന്നുള്ള പോയിന്റിൽ നിന്നും വരുന്ന എല്ലാ വേവ്സും, അതായത് ഈ സ്ലിറ്റിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ലൈറ്റ് ഒരേ പാത്തിലാണ്, ഒരേ പാത്ത് ഡിഫറൻസ്, ഒരേ ഫേസിലാണ് ഇവിടെ വന്ന് വീഴുന്നത്. അതായത് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും ഇവിടെ വരുന്ന എല്ലാ വേവ്സിനും. അപ്പം നമുക്ക് അവിടെ ഒരു കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. അതുകൊണ്ട് തന്നെ സെൻട്രൽ സ്പോട്ട് എന്ന് പറയുന്ന ഒരു മാക്സിമം ഇന്റൻസിറ്റി ഉള്ള സ്പോട്ട് ആയിരിക്കും. ഇതാണ് സെൻട്രൽ മാക്സിമം, അതിന് സെൻട്രൽ മാക്സിമം എന്ന് പറയും. Okay, point P will be optically equidistant from all the points on the slit AB. Okay, all the secondary wavelengths from AB reach the point in the same phase. Okay, ഇനി ഇവിടെ ഒരു ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മീനിങ് ഇതാണ്, ഇവിടെ വരുന്ന ഈ സ്പോട്ടിന് മാക്സിമം ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഉണ്ട്, അതിന് മാക്സിമം ഇന്റൻസിറ്റി ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു മിനിമം ഉണ്ട് ഈ രണ്ട് സൈഡിലായിട്ട്, ആ മിനിമം പോയിന്റ് ആണ് ഇത്. പിന്നെ വീണ്ടും ദർ ഇസ് എ മാക്സിമം. അപ്പോൾ ഇങ്ങനെ സെൻട്രൽ മാക്സിമത്തിന് രണ്ട് സൈഡിലേക്കായിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് മാക്സിമം മിനിമം വന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് നമുക്ക് സിംഗിൾ സ്ലിറ്റിൽ കാണുന്നത്. ഇനി ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈ മാക്സിമം ഒക്കർ ചെയ്യുന്നത് എവിടെയാണ്, മിനിമം ഒക്കർ ചെയ്യുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഒരു പാത്ത് ഡിഫറൻസ് ഒന്ന് അനാലിസിസ് നടത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സ്ലിറ്റ് എ ബി. അവിടെ എയിൽ നിന്നുള്ള പോയിന്റും ബിയിൽ നിന്നുള്ള പോയിന്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോസ് P1 എന്നുള്ളൊരു പോയിന്റിൽ വന്ന് വീഴുന്നു വിചാരിക്കാം. അതായത് എ ബി എന്നുള്ള സ്ലിറ്റിൽ നിന്നുള്ള ലൈറ്റ് P1ലേക്ക് എത്തുന്ന ലൈറ്റിന്റെ ഫേസ് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലൈറ്റ് ഇവിടെ വന്നു ലെൻസിൽ തട്ടി ഇവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയിൽ നിന്നും വരുന്ന ലൈറ്റ് ഇവിടെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതിനൊരു ചെരിവുണ്ട്. അപ്പോൾ ഇതിന് ഡിഫ്രാക്ഷൻ ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കാം. ഓക്കെ, ഡിഫ്രാക്ഷൻ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും പാത്ത് ഡിഫറൻസ്. അത് ഈ ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിക്കാം നമുക്ക്. ട്രയാങ്കിളിൽ നിന്ന് അപ്പോൾ നമുക്കറിയാം ഈ ട്രയാങ്കിൾ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇത് ഇവിടെയാണ് 90 ഡിഗ്രി, ഇത് ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും. ഇപ്പോൾ സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബി എൻ ആണ്, ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എ ബി ആണ്. എ ബി എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് വിഡ്ത്ത് എ ആണ്. അപ്പോൾ ബി എൻ ബൈ എ ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ ബി എൻ ഈക്വൽ ടു എ സൈൻ തീറ്റ. എ സൈൻ തീറ്റ ആയിരിക്കും ഈ രണ്ട് വേവ്സ് P1 എത്തുമ്പോഴുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഈ പാത്ത് ഡിഫറൻസ് നമ്മൾ പ്രൊഡ്യൂസ് കൊടുത്ത മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ വേവ് ലെങ്ത്തുമായിട്ട് ചില കണ്ടീഷൻസിൽ മാക്സിമം കാണപ്പെടാം, മിനിമം കാണപ്പെടാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സെൻട്രലിൽ, അതായത് പി എന്നുള്ള പോയിന്റിൽ, സോ ഇത് പി എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, പി എന്നുള്ള പോയിന്റിൽ നമുക്ക് സെൻട്രൽ മാക്സിമം ഉണ്ട്. എന്നിട്ട് മാക്സിമം ഇന്റൻസിറ്റി കുറഞ്ഞു വന്നൊരു ഫസ്റ്റ് ഒരു മിനിമ കാണും. അതിന് സെക്കൻഡറി മിനിമ, ഫസ്റ്റ് സെക്കൻഡറി മിനിമ എന്നാണ് ഇതിന് പറയുന്നത്, ഈ രണ്ട് പോയിന്റ്. അടുത്തതിന് സെക്കൻഡറി മിനിമ, ഇത് തേർഡ് സെക്കൻഡറി മിനിമ എന്ന് പറയാം. അപ്പോൾ സെക്കൻഡറി മിനിമാസ് കാണപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് എ സൈൻ തീറ്റ എൻ. തീറ്റ എൻ എന്നുകൊണ്ട് nth ഓർഡർ മിനിമയാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഓർഡർ, ഇത് സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. അപ്പോൾ nth ഓർഡർ മിനിമ കാണുന്നത് ഈ പാത്ത് ഡിഫറൻസ് n ലാംഡ ആണ്, അതായത് കൊടുക്കുന്ന വേവ് ലെങ്ത്തിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആകുമ്പോഴാണ്.
ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡറി മിനിമം കാണുന്നത്, അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത് എ സൈൻ തീറ്റ 1 ഈക്വൽ ടു ലാംഡ ആവുകയാണ്. ഇനി നമുക്കറിയാം ഈ ഡിഫ്രാക്ഷൻ ആംഗിൾ ഒക്കെ വളരെ ചെറുതാണ്. ഓക്കെ, തീറ്റ 1 എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ സൈൻ തീറ്റ 1 നമുക്ക് വേണമെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്ത് വരും? തീറ്റ 1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ലാംഡ ബൈ എ എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡറി മിനിമം നടക്കുന്ന പോയിന്റ് ലാംഡ ബൈ എ എന്ന് കൊടുക്കാം. പ്ലസ് ഓർ മൈനസ് ലാംഡ ബൈ ആണ്. അത് ലെഫ്റ്റ് സൈഡിലേക്കാണ് മൈനസ് ലാംഡ ബൈ എ, റൈറ്റ് സൈഡിലേക്കാണ് ലാംഡ ബൈ എ. ഓക്കെ. ഇനി ഇതുപോലെ നിങ്ങൾക്ക് തീറ്റ 2 കണ്ടുപിടിക്കാം. സെക്കൻഡറി മിനിമം ഒക്കർ ചെയ്യുന്ന പോയിന്റ്. അവിടെ നമുക്ക് 2 ലാംഡ ബൈ എ എന്ന് വരും, അല്ലെങ്കിൽ മൈനസ് 2 ലാംഡ ബൈ എ എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇതാണ് സെക്കൻഡറി മിനിമം ഒക്കർ ചെയ്യുന്ന പോയിന്റ്. ഇനി സെക്കൻഡറി മാക്സിമം ഒക്കർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ പാത്ത് ഡിഫറൻസിന് 2n+1 ലാംഡ ബൈ 2 കണ്ടീഷൻ വരുമ്പോഴാണ്. അപ്പോൾ അവിടെ നമ്മൾ തീറ്റ വളരെ ചെറുതാണെന്ന് അസ്യൂം ചെയ്തിട്ട് തീറ്റ ന് നമുക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാം. തീറ്റ n 2n+1 ലാംഡ ബൈ 2a. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം, അതായത് ഈ പോയിന്റ് ആണ് അല്ലേ, അത് സെൻട്രൽ മാക്സിമം കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന മാക്സിമം വരുന്ന പോയിന്റ് ആണ് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം. ഇവിടെ n എന്ന് പറയുന്നത് n ഈക്വൽ ടു 1 2 3 എക്സെട്ര ആണ്. അപ്പോൾ ഫസ്റ്റ് മാക്സിമം സെക്കൻഡറി മാക്സിമം നടക്കുന്നത് n ഈക്വൽ ടു 1 കൊടുക്കുക. n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 × 2 2 + 3 എന്ന് പറയുന്നത് 3 ലാംഡ ബൈ 2a എന്ന് പറയുന്ന ഇത് 3 ലാംഡ ബൈ 2a എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. അതായത് 1.5 ലാംഡ ബൈ എ, അതാണ് 3 ലാംഡ ബൈ 2a എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇത് 1 ലാംഡ ബൈ ആണ്, ഇത് 1.5 ലാംഡ ബൈ ആണ്, ഇത് 2 ലാംഡ ബൈ ആണ്. അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. രണ്ട് സൈഡിലേക്കും നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് സെക്കൻഡറി മിനിമം നടക്കുന്ന പോയിന്റും സെക്കൻഡറി മാക്സിമം നടക്കുന്ന പോയിന്റും കണ്ടുപിടിക്കാം. ഓക്കെ. ഇതിന് ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് പറയാം സെൻട്രൽ മാക്സിമത്തിൽ മാക്സിമം, അതായത് പി എന്നുള്ള പോയിന്റിൽ മാക്സിമം ഇന്റൻസിറ്റി, പിന്നെ കുറഞ്ഞു വന്നു ഒരു സെക്കൻഡറി മിനിമ, സെക്കൻഡറി മാക്സിമ, വീണ്ടും സെക്കൻഡറി മിനിമ, സെക്കൻഡറി മാക്സിമ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇന്റൻസിറ്റി പാറ്റേൺ ഉണ്ടായിരിക്കും. ഓക്കെ. നൗ വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമം, അതായത് ഇതിന്റെ സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത്, ഈ വിഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കാരണം എന്താ, നമുക്കറിയാം സ്ക്രീനിൽ പി എന്നുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ലിറ്റിന്റെ സെൻറ്ററിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ. അപ്പോൾ P1 എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് y ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണെങ്കിൽ ഇതാണ് തീറ്റ അല്ലെ. ഇത് തീറ്റ ആവാൻ കാരണം ഇതിന്റെ പെർപെൻഡിക്കുലർ ആണ് ഈ OP എന്നുള്ള ലൈന്. അതുപോലെ തന്നെ ഈ വരച്ചിരിക്കുന്ന ഇതിലേക്ക് വരച്ചിരിക്കുന്ന ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന പെർപെൻഡിക്കുലറിന്റെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് തമ്മിലുള്ള ആംഗിൾ തീറ്റ. ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് തീറ്റ ആണെങ്കിൽ ഇത് എന്ന് പറയുന്നത്, അപ്പോൾ ഈ ചെറിയൊരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരാം. ഓക്കെ. ഇത് തീറ്റ, ഇത് y, ഇത് d. ഓക്കെ. അപ്പോൾ ഇതൊന്ന് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ y/d എന്ന് നമുക്ക് എഴുതാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ആയതുകൊണ്ട് y/d എന്ന് എഴുതാം. ഓക്കെ. ഇനി ഇത് നമുക്കറിയാം, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ഫസ്റ്റ് സെക്കൻഡറി മിനിമം നടക്കുന്ന ഡിസ്റ്റൻസ് ആണ്. അത് ലാംഡ ബൈ എ ആണ്, ഫസ്റ്റ് സെക്കൻഡറി മിനിമം നടക്കുന്ന ഡിസ്റ്റൻസ്. ഇപ്പോൾ y/d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ബൈ എ എന്ന് കൊടുക്കാം. അവിടെ നിന്ന് y എന്ന് പറഞ്ഞാൽ ലാംഡ d ബൈ എ എന്നാണ്. ഇനി ഇത് y ആണ്. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമം പറഞ്ഞാൽ 2 ടൈംസ് y ആണ്. അപ്പോൾ സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇതിന്റെ 2 മടങ്ങ് 2 ലാംഡ ക്യാപിറ്റൽ D ബൈ എ എന്ന് പറയും. ഓക്കെ. നൗ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ പാറ്റേൺ എങ്ങനെയാണ് ഇതുപോലെ ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ വന്നു എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഇനി ടു ഫൈൻഡ് ദ ഇന്റൻസിറ്റി ഓൺ ദ സ്ക്രീൻ, സപ്പോസ് ദാറ്റ് ദ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഓഫ് സ്ലിറ്റ് എ ബി, അതായത് സ്ലിറ്റ് എ ബിയിൽ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട്, ഇതൊരു പാരലൽ ലൈറ്റ് ആണല്ലോ വന്നു വീഴുന്നത്, ലെൻസിന് ശേഷം ലൈറ്റ് റേസ് പാരലൽ ആയിട്ട്, അതിനെ പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്നാണ് പറയാം. ഓക്കെ. ആ പ്ലെയിൻ വേവ് ഫ്രണ്ടിന് നമുക്ക് ലാർജ് നമ്പർ ഓഫ് സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഡ്യൂ ടു ഓൾ ദ സ്ട്രിപ്സ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ദ വെക്ടർ പോളിഗൺ മെത്തേഡ്. വെക്ടർ പോളിഗൺ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ലിറ്റിനെ നമ്മൾ പല സ്ട്രിപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ സ്ട്രിപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് A1 A2 A3
ഇവിടെ ഇതിൻ്റെ ഫസ്റ്റത്തെ സ്ട്രിപ്പ് A1, അടുത്ത സ്ട്രിപ്പ് A2, അങ്ങനെ AN സ്ട്രിപ്പുകളുണ്ട്. അവിടുന്ന് വരുന്ന ആംപ്ലിറ്റ്യൂഡ് AN ആണെന്ന് വിചാരിക്കാം. N സ്ട്രിപ്സിൻ്റെ, ഓക്കെ, nth സ്ട്രിപ്പിൻ്റെ ആംപ്ലിറ്റ്യൂഡ് AN ആണ്. ഓക്കെ, നൗ all these amplitudes and differing in phase 5.1, 5.2, 5.3 etc. ഓക്കെ, അതായത് ഒന്ന് മറ്റൊന്നായിട്ട് ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഓരോ സ്ട്രിപ്പിൽ നിന്നും വരുന്ന ലൈറ്റുമായിട്ട് ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 5.1 ആണെന്ന് വിചാരിക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് അത് നമ്മൾ വെക്ടോറിയലി റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്ട്രിപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് A1 ആണ്, അതിന്റെ ഡയറക്ഷൻ കൊടുക്കാം. രണ്ടാമത്തെ സ്ട്രിപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് A2 ആണ്, അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 5.1 ആണ് വെക്കാം. ഇങ്ങനെ n വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇതിനെ വെക്ടർ പോളിഗൺ മെത്തേഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോൾ റിസൾട്ടന്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, അങ്ങനെ n സ്ട്രിപ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ്സ് ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യുക. അതായത് A1, A2 എല്ലാത്തിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലാണ് വേരി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിനൊരു കണ്ടിന്യൂസ് കർവ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂസ് കർവ് ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പം ഫൈ എന്ന് പറയുന്നത്, അതായത് G എന്നുള്ള പോയിന്റ് nth ആംപ്ലിറ്റ്യൂഡും ഫസ്റ്റ് ആംപ്ലിറ്റ്യൂഡും കണക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് nth ആംപ്ലിറ്റ്യൂഡ് ആയി. അപ്പോൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഈ G ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് എയും ഈ സ്ലിറ്റിന്റെ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും പോയിന്റ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ഫൈ എന്ന് പറയുന്നത്. ആ ഫൈ എന്ന് പറയുന്നത് അടയാളപ്പെടുത്തി ഫൈ, ഇതാണ് ഫൈ. ഇനി O എന്നുള്ള പോയിന്റ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് 2φ ആയിരിക്കും. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ ആണ് ഇത്. അതുപോലെ തന്നെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ ആണ് ഇത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ആംഗിൾ ഫൈ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ആംഗിൾ നമുക്ക് ടോട്ടൽ ആംഗിൾ 2φ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ആംഗിൾ ഫൈ എന്ന് പറയുന്നത് GEH ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് EOG, ഇതിൻ്റെ ഹാഫ് ആയിരിക്കും EOG. അപ്പോൾ ഈ ആംഗിളും ഇതും രണ്ടും സെയിം ആയതുകൊണ്ട് ഹാഫ് ഓഫ് EOG എന്ന് എഴുതാം. ഇനി ഹാഫ് ഓഫ് EOG എന്നുള്ള ഹാഫ് EOG, ആംഗിൾ EOG എന്ന് പറയുന്നത് നമ്മൾ എടുത്ത കർവിനെ ഒരു കർവായിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള OG എന്നുള്ള ലെങ്ത് 6 ആണെന്നുണ്ടെങ്കിൽ ആർക്ക് ബൈ റേഡിയസ്, ഈ ആംഗിൾസ് ഒക്കെ വളരെ ചെറുതായതുകൊണ്ട് ആർക്ക് ബൈ റേഡിയസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആർക്ക് EG എന്നുള്ള ആർക്ക് ഡിവൈഡ് ബൈ റേഡിയസ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ 1/2 ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ടൈംസ് ദ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, അപ്പോൾ n ഇൻറ്റു A എന്ന് എഴുതി ഡിവൈഡ് ബൈ R എന്ന് എഴുതി. ഇവിടെ നിന്നും 2R എന്ന് പറഞ്ഞാൽ 2R ഇങ്ങോട്ട് കൊണ്ടുപോവുക. കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ NA/5 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, നൗ ഫ്രം ട്രയാങ്കിൾ OFG, OFG ഈ ട്രയാങ്കിളിൽ നിന്നും നമുക്ക് FG, ഇത് ഫൈ ആണ്, ഇത് ഫൈ ആണ്. FG എന്ന് പറയുന്നത് FG/OG, ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ FG/OG എന്ന് പറഞ്ഞാൽ സൈൻ ഫൈ ആണ്. ഓക്കെ, അപ്പോൾ FG എന്ന് പറഞ്ഞാൽ OG R സൈൻ ഫൈ എന്നാണ്. ഓക്കെ, സോ ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദ കോഡ് EG എന്ന് പറയുന്നത് EF പ്ലസ് FG ആണ്. ഇത് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അതിന് നമുക്ക് 2 ഇൻറ്റു FG, ഈ FGയുടെ 2 ടൈംസ് ആയിട്ട് എഴുതാം. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് 2 ടൈംസ് FG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ FG എന്ന് പറയുന്നത് എന്താണ്, FG ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് R സൈൻ ഫൈ ആണ്. 2R സൈൻ ഫൈ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അങ്ങനെ വരുമ്പോൾ A എന്ന് പറയുന്നത് 2R സൈൻ ഫൈ ആണ്. അപ്പം 2Rന് NA/5 എന്ന് കൊടുക്കാം. അങ്ങനെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് വെക്ടർ പോളിഗൺ മെത്തേഡ് വഴി കണ്ടുപിടിക്കാം. ഇനി എല്ലാ സ്ട്രിപ്സും ഒരേ ഫേസിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മാക്സിമം, എയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 5 ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. അതായത് ഇൻ ദ ലിമിറ്റ് 5 ടെൻസ് ടു 0 സൈൻ 5/5 എന്ന് പറയുന്ന ടേം 1 ആയിട്ട് മാറും. അപ്പോൾ ബാക്കി വരുന്നത് NA/5 എന്ന് വരും. ആ NA/5നെ A0 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക്
റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എ ഈക്വൽ ടു A0 സൈൻ ഫൈ ബൈ ഫൈ എന്ന് പറയും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് അറിയുകയാണെങ്കിൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് A0 സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ബൈ ഫൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഈ A0 സ്ക്വയറിന് നമ്മൾ മാക്സിമം ഇന്റൻസിറ്റി I0 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ ഇതുപോലെ എഴുതാം. ഇനി എ ബി എന്നുള്ള പോയിന്റ്, സ്ലിറ്റിന്റെ എയും ബിയും തമ്മിലുള്ള ഇവിടെ ഈ ഒരു പോയിന്റ് P1ൽ മേക്ക് ചെയ്യുന്ന ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എ സൈൻ തീറ്റ ആണെന്ന് നമുക്ക് അറിയാം. ഫേസ് ഡിഫറൻസ് പാത്ത് ഡിഫറൻസ് എ സൈൻ തീറ്റ ആണ്. ഇനി ഇവിടെയുള്ള ഫേസ് ഡിഫറൻസ് പറയുന്നത് 2φ ആണെന്ന് നമുക്ക് ഈ ഒരു മെത്തേഡിൽ, വെക്ടർ പോളിഗൺ മെത്തേഡിൽ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ദിസ് ഇസ് 2φ. അപ്പോൾ ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു 2π ബൈ ലാംഡ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ആണ്. അപ്പോൾ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈ എന്നുള്ള ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കും. ഫൈ എന്ന് പറഞ്ഞാൽ 2 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി π ബൈ ലാംഡ എ സൈൻ തീറ്റ വരും. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഇനി ഇന്റൻസിറ്റി പാറ്റേണിൽ വെൻ തീറ്റ ഈസ് 0, ഡിഫ്രാക്ഷൻ ആംഗിൾ 0 ആണെങ്കിൽ, തീറ്റ 0 ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഒരു എക്സ്പ്രഷൻ പ്രകാരം സൈൻ 0 0 ആണ്. അപ്പോൾ ഫൈ എന്ന് പറഞ്ഞാൽ 0 ആയി. ഫൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഫൈ ഗോസ് ടു 0 ആവുന്ന സമയത്ത് സൈൻ ഫൈ ബൈ ഫൈ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ ഈ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇത് 1 ആണ്. അപ്പോൾ മാക്സിമം ഇന്റൻസിറ്റി I0 നമുക്ക് സെൻട്രൽ സ്പോട്ടിൽ കിട്ടും. ഇനി വെൻ തീറ്റ ഈസ് ലാംഡ ബൈ എ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ലാംഡ ബൈ എ എന്ന് കൊടുക്കുക. അപ്പം സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ കൊടുക്കുക. എന്നിട്ട് ലാംഡ ബൈ എ കൊടുത്തു കഴിഞ്ഞാൽ ഈ എയും ക്യാൻസൽ ചെയ്ത് പോയി, ലാംഡ ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി തീറ്റ ഈക്വൽ ടു 5 എന്ന് വരും. തീറ്റ ഈക്വൽ ടു 5 എന്ന് വരുന്ന സമയത്ത് we will get intensity as 0. കാരണം phi as pi, phiക്ക് പൈ എന്ന് കൊടുക്കാം. ഇവിടെ പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ പൈ 0 ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇന്റൻസിറ്റി 0 ആണ്. അതുകൊണ്ടാണ് നമുക്ക് ലാംഡ ബൈ എ കൊടുത്തപ്പോൾ ഇവിടെ ഇന്റൻസിറ്റി 0 കിട്ടും. ഇനി നിങ്ങൾക്ക് പല കേസിൽ കൊടുക്കാം. ഇപ്പൊ ഇത് കൊടുക്കുകയാണെങ്കിൽ 3 ലാംഡ ബൈ 2a ആണ്. ഇത് കൊടുക്കുമ്പോൾ മാക്സിമം ഇന്റൻസിറ്റി കിട്ടും. ഐ മീൻ മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് മാക്സിമം ഇന്റൻസിറ്റി I0. ഇതിനെക്കാട്ടിലും കുറഞ്ഞ ഒരു ഇന്റൻസിറ്റി കൂടിയ ഒരു വാല്യൂ, അതായത് എനിക്ക് തോന്നുന്നു 3 ഫസ്റ്റത്തെ മാക്സിമം എന്ന് പറയുന്നത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ലാംഡ ബൈ എ ചെയ്യുമ്പോൾ I0 ബൈ 22 ആണ്. അതായത് ഇത് I0 ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന I0 ബൈ 22. ഓക്കെ, ഇതൊരു മാക്സിമം ആണ്, പക്ഷെ സെൻട്രൽ മാക്സിമത്തിന്റെ അത്ര വാല്യൂ വരില്ല. ഓക്കെ, ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ മാക്സിമത്തിന്റെ അവിടെ ഇതാണ് മാക്സിമം ഇന്റൻസിറ്റി, സെക്കൻഡറി മാക്സിമത്തിന്റെ ഇന്റൻസിറ്റീസ് ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. താങ്ക് യു.